all yours. So we have our Premalu significant cast members on the stage. So Neslin, വീണ്ടും ഈ വേദിയിൽ വന്നിട്ട് എന്താണ് നമ്മളോട് പറയാനുള്ളത്? I'm sure we are all eager to hear from you. Hi, hello, good morning. ഈ സ്നേഹമാണ് എന്നെ വീണ്ടും ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നത്. അല്ല, സത്യമായിട്ടും എനിക്ക് വളരെ സന്തോഷമുണ്ടായിരുന്നു. ഞാൻ 18+ പ്രൊമോഷന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര വെൽക്കമിങ് ആയിരുന്നു നിങ്ങളെല്ലാവരും. എനിക്ക് എന്നോടൊപ്പം സെൻറ്റ് ട്രീസാസ് കോളേജ് പ്രൊമോഷനിലുണ്ട്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായി. നിങ്ങളൊന്നുകൂടി കാണാൻ സാധിച്ചിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. താങ്ക് യു ഓൾ. ഇവിടെ എല്ലാവരും ഇത്രയും പേര് ഞങ്ങളെ കാണാൻ എത്തിയതിൽ താങ്ക് യു. താങ്ക് യു സോ മച്ച്. നമ്മുടെ സ്വന്തം മമിത ബൈജു. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് സെൻറ്റ് തെരേസാസിൽ. സാരില്ലാന്നോ? ഞാൻ കോളേജിൽ ചേരാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയപ്പം 2 കോളേജായിരുന്നു എനിക്ക് ഓപ്ഷനായിട്ടുള്ളത്. അപ്പോൾ ഒന്ന് SHUം പിന്നെ ഒന്ന് സെൻറ്റ് തെരേസാസും ആയിരുന്നു. അപ്പോൾ ആദ്യത്തെ വിളി എനിക്ക് അവിടെ നിന്നുകൊണ്ട് എനിക്ക് അവിടേക്ക് തന്നെ പോകേണ്ടി വന്നു. എനിവേ, ഭയങ്കര സന്തോഷമുണ്ട് ഇവിടെ വരാൻ സാധിച്ചല്ലോ. നിങ്ങളെ ഇത്രയും സുന്ദരികളെ ഒരുമിച്ച് കാണാൻ പറ്റിയതിലൊക്കെ ഭയങ്കര സന്തോഷം. ഞാൻ കുറേ സെൻറ്റ് തെരേസാസിനെ പറ്റി കേട്ടിട്ടുണ്ട്. ആക്ച്വലി ഇവിടുത്തെ പെൺപിള്ളേർ അടിപൊളിയാണ്. മറ്റേ എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് പട്ടിന്ന് ചോദിക്കുന്ന പെൺപിള്ളേരെന്ന് കേട്ടിട്ടുണ്ട് ഞാൻ. അടിപൊളി. എന്തായാലും കൊള്ളാം. നിങ്ങളുടെ ഓരോ വൈബും ഒക്കെ കാണുമ്പോൾ എനിക്ക് എൻ്റെ കോളേജ് ഇപ്പോൾ മിസ് ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട്. കാരണം ഞാൻ 3rd ഇയറിൽ എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. അപ്പം അതിൻ്റെ വിഷമമുണ്ട്. പക്ഷെ നിങ്ങളെയൊക്കെ ഓരോരുത്തരെയും കാണുമ്പോൾ ഞാനത് ആ മൊമെന്റ്സ് ഒക്കെ റിലീവ് ചെയ്യുവാണ് ഇപ്പം. താങ്ക് യു സോ മച്ച് ഫോർ ദ വാം വെൽക്കമിങ്. താങ്ക് യു ഓൾ. സോ ആദ്യമായിട്ട് STCയിൽ വന്നിട്ട് ഈ പ്രേമലു മൂവിയിൽ നമുക്ക് ആദ്യമായിട്ടാണ് സാറിനെ കാണാൻ സാധിക്കുന്നത്. സോ എന്താണ് പറയാനുള്ളത് STCയിൽ വന്നിട്ട്? താങ്ക് യു. എനിക്ക് 2 പരാതിയുണ്ട്. എന്നെ എന്തിനാണ് സാറെന്ന് വിളിച്ചത്? ശ്യാമേട്ടെന്ന് വിളിച്ചത്. പിന്നെ 2ാമത്തെ പരാതി, ലൈറ്റ് അടിച്ചിട്ട് ആരുടെ മുഖം കാണാൻ പറ്റുന്നില്ല. ഇത്രയും സുന്ദരികളായിട്ടുള്ള കുട്ടികളോട് ഇരിക്കുമ്പോൾ അടിപൊളി ഇപ്പൊ കാണാം. എവിടെ? ഹായ്, വളരെ സന്തോഷം. ആദ്യമായിട്ടാണ് ഒരു സിനിമയിൽ ഇങ്ങനെ ഒരു വലിയ ക്യാരക്ടർ ചെയ്യുന്നത്. ട്രെയിലർ കണ്ടായിരുന്നു എല്ലാവരും? ഇന്നിവിടെ ട്രെയിലർ കാണിക്കുന്നുണ്ടോ അല്ലേ? എന്തായാലും കാണാം. അപ്പോൾ നാളെയാണ് റിലീസ്. ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് പ്രൊമോഷൻ പരിപാടികളൊക്കെ തുടങ്ങിയത്. അപ്പോൾ അതിന് പ്രൊമോഷൻ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലങ്ങൾ തിരഞ്ഞെടുത്തപ്പോഴാണ് നിങ്ങളുടെ കോളേജിലും നിങ്ങൾ എത്തിയത്. അപ്പോൾ ഇവിടെ വന്നത് ഒരു നഷ്ടമായില്ലെന്ന് ഇപ്പം ഞങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാകുന്നുണ്ട്. നല്ല കിടിലമായി അടിപൊളി കോളേജ്. അപ്പൊ എന്തായാലും നാളെ തിയേറ്ററിൽ പോയി തന്നെ കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെയൊക്കെ ഫേവറേറ്റായ നസ്ലിൻ, മമിത ഉണ്ട്, സംഗീത് ഉണ്ട്, അഖില, ഞാനുണ്ട്. ഗിരീഷ് ഷെട്ടിയുടെ പടമാണ്. ഭാവന സ്റ്റുഡിയോസ് ആണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. വിഷ്ണു വിജയുടെ മ്യൂസിക് ഉണ്ട്. അപ്പോൾ തിയേറ്ററിൽ പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സിനിമയാണ്. ഒരു റോം കോം ആണ്. ഒരുപാട് തമാശയുണ്ട്, നല്ല പാട്ടുകളുണ്ട്. അപ്പോൾ നാളെ തന്നെ തിയേറ്ററിൽ കണ്ടിട്ട് ഞങ്ങളോട് പറയുക. താങ്ക് യു സോ മച്ച്. വെൽക്കം ടു STC. എന്താണ് പറയാനുള്ളത്? താങ്ക് യു. എല്ലാവർക്കും സുഖല്ലേ? ഞങ്ങൾ എത്തിയത് കുറച്ച് നേരത്തെയാണ്. അപ്പൊ ഞാനും ശ്യാമേട്ടനും കൂടെ അവിടെ കാറിലിരുന്ന് പറയായിരുന്നു, എല്ലാരെയും കാണാൻ എന്തൊരു ഭംഗിയാണ്. എല്ലാവരും എന്താ പറയാ, വെറൈറ്റി ഡ്രസ്സസും, എല്ലാരെയും കാണാൻ ഒടുക്കത്തെ ഭംഗി, ഒടുക്കത്തെ ഗ്ലാമറിനൊക്കെ. അപ്പൊ ഞങ്ങളുടെ പടം നാളെയാണ് റിലീസ്. പ്രേമലു ഒരുപാട് നല്ല എല്ലാവർക്കും നമ്മുടെ കോളേജിൽ നമ്മുടെ യൂത്തിനൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും. ഗിരീഷ് ഏട്ടൻ്റെ തണ്ണീർമത്തൻ ദിനങ്ങൾ, അതുപോലെ സൂപ്പർ ശരണ്യ പോലെയുള്ള, അതുപോലെ നമ്മൾക്ക് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന, പ്രേമിക്കുന്നവർക്കും പ്രേമിക്കാത്തവർക്കും പ്രേമത്തിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സിനിമയായിരിക്കും. അതിലുപരി ഭാവന സ്റ്റുഡിയോസാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരുപാട് നല്ല പാട്ടുകളുണ്ട്. ഇന്നിവിടെ ഒരു പാട്ടിൻ്റെ ലോഞ്ചും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അടിച്ചു കൊടുക്കാം. താങ്ക് യു. സംഗീത് നമ്മുടെ കൂടെ ഉണ്ട്. സംഗീതിന് എന്താണ് പറയാനുള്ളത്? ഹലോ, എല്ലാവരും വന്നിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സൗന്ദര്യത്തെ പറ്റി ഓൾറെഡി കുറേ പുകഴ്ത്തി കഴിഞ്ഞു. പക്ഷേ
എനിക്ക് ഈ സൗന്ദര്യത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഞാൻ വീട് ചെറായിലാണ്. കോളേജൊക്കെ പഠിച്ചത് എറണാകുളം സൗത്തിലായിരുന്നു. അപ്പോൾ ബസ്സിലിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ചെറായി തുടങ്ങി ഇങ്ങോട്ട് എല്ലാ സ്റ്റോപ്പിലും ഒരുപാട് പെൺകുട്ടികളെ കാണും. പക്ഷേ സെൻറ്റ് തെരേസാസിൻ്റെ സ്റ്റോപ്പിലെ പെൺകുട്ടികൾക്ക് മാത്രം എപ്പോഴും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടാവാറുണ്ട്. അതിങ്ങനെ ഒരു വൈബ്രൻ്റ് ആയിട്ട് അവർ മാറി നിൽക്കും. ഇന്ന് ആ വൈബ്രൻസ് തൊട്ടടുത്ത് നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ഇപ്പോഴും ആ എനർജി ആണെങ്കിലും നിങ്ങളുടെ ആ വൈബാണെങ്കിലും ഇപ്പോൾ നന്നായിട്ട് അടുത്ത് നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പടം നാളെയാണ് റിലീസ്. അല്ല, ഒരു 3-4 ദിവസമായിട്ട് ഡേറ്റും ഇതൊന്നും അറിയാതെ ഇങ്ങനെ ഒരു അബോധാവസ്ഥ പോവാണ്. റിലീസിൻ്റെ തലേന്നുണ്ടാവുന്ന ഒരു ടെൻഷൻ. അപ്പോൾ കോളേജിലെ കുട്ടികൾക്ക് ഒരുമിച്ച് ഫ്രണ്ട്സായിട്ട് കാണാൻ പറ്റുന്ന പടമാണ് പ്രേമലു. കാരണം നമ്മളിതിന് മുമ്പ് പ്രേമമാണെങ്കിലും തട്ടത്തിൻ മറയത്താണെങ്കിലും തണ്ണീർമത്തനാണെങ്കിലും ഒക്കെ കണ്ടിട്ടുള്ളത് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് കൂടുതലും പേരും. അപ്പോൾ അങ്ങനെയാണ് സിനിമകൾ ബ്ലോക്ക് ബസ്റ്റർ ആയിട്ടുള്ളത്. അപ്പോൾ പ്രേമലു ബ്ലോക്ക് ബസ്റ്റർ ആക്കണമെങ്കിൽ നിങ്ങളെല്ലാവരും ഒരുമിച്ച് ഇതുപോലെ ക്ലാസ്മേറ്റ്സ് ആയിട്ടും ഒരുമിച്ച് പോവുക, എൻജോയ് ചെയ്യുക. താങ്ക് യു. ആക്ച്വലി ക്വസ്റ്റ്യൻ അല്ലൊരു റിക്വസ്റ്റ് ആണ്. ഫിലിമിനെ പറ്റിയതല്ല, ശ്യാമേട്ടൻ്റെ അടുത്താണ്. ശ്യാമേട്ടൻ്റെ പാരഡി പാട്ടുകളില്ലേ, കണക്ട് ചെയ്ത പാട്ട് തന്നെ. അപ്പോൾ അതിൻ്റെ വലിയ ഫാനാണ് ഞാൻ. സോ അങ്ങനെ ഏതെങ്കിലും ഒരു പാട്ട് ഒന്ന് പാടിയതന്നെ കൊള്ളായിരുന്നു. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ മ്യൂസിക് കണക്റ്റഡ് ആയിട്ടുള്ള റീൽസ്, എന്താ പേരെന്താ? രഞ്ജിനി മോഹൻദാസ്. ഓക്കെ, രഞ്ജിനി പറഞ്ഞ പോലെ അങ്ങനത്തെ റീൽസ് ചെയ്യാറുണ്ട്. അപ്പൊ അതിലൊരു സംഭവം പാടും. അത് ആക്ച്വലി വീഡിയോയിൽ കാണുമ്പോൾ അതിന്റെ റിയാക്ഷൻ കാര്യങ്ങൾ കൂടെ വന്നാലേ കുറച്ചുകൂടി രസം ഉണ്ടാവുള്ളൂ. സ്റ്റേജിൽ എത്രത്തോളം അത് വർക്കാവുന്ന എനിക്ക് അറിയില്ല. മഞ്ഞും മഞ്ചാടിപ്പൂ പൂക്കും ചിമീടും ഉള്ളിപ്പൂവാലി പൈക്കൾ തൻ കൂറുമ്പും ഉള്ളും കുഞ്ഞാടും കൂട്ടവും പൂവിനും പൊന്മാനും കുട്ടിക്കാലമോർത്തു ഞാൻ കളിയോളം തൊട്ട് തുടഞ്ഞൊരു കുട്ടിക്കാലമോർത്തു ഞാൻ കുന്നോളം മാമ്പഴം മണ്ണാറ കണ്ണനുമായി പങ്കുവച്ചു പകുത്തെടുത്തതെല്ലാം നീ മറന്നുവോ? മധുരമാ നിമിഷം, മധുരമീ നിമിഷം, ഏതോ ഇന്ദ്രജാലമിന്നു കളമിടും പ്രണയമായി മാണിക്കക്കല്ല മാണിക്കക്കല്ല മെഞ്ഞുമെരിഞ്ഞേ മാമടിക്കൊണ്ടാലും. ഇങ്ങനൊരു പരിപാടിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ശ്യാമേട്ടൻ ഒരു അടിപൊളി ഗായകനാണ്. നമ്മൾ പാടാൻ റിക്വസ്റ്റ് ചെയ്യാൻ ഇരിക്കുകയായിരുന്നു. അതിനു മുമ്പ് പാടിയിട്ടേ. നസ്ലന്റെ കൂടെ ഒക്കെ ഡാൻസ് കളിക്കാൻ കിട്ടിയ ചാൻസ് ആണ്, മിസ്സാക്കല്ലേ. അപ്പൊ നാളെയാണ് മൂവിയുടെ റിലീസ്. എല്ലാരും പോയി കാണൂലേ? സെൻട്രസസ് മൊത്തം നാളെ ഉണ്ടാവില്ലേ തിയേറ്റേഴ്സിൽ? കഴിയുന്നത്ര വേഗം നിങ്ങളെല്ലാവരും പോയി സിനിമ കാണുമെന്ന പ്രതീക്ഷയോടെ ഞങ്ങളെല്ലാവരും പോവാണ്. താങ്ക് യു. ഞങ്ങളെല്ലാവരും നല്ലൊരു താങ്ക് യു. ബൈ.